ഞാൻ വായിച്ചിട്ടുണ്ട് ചേട്ടന്റെ ആദ്യത്തെ പ്രതിഫലം ഒരു വെള്ളി നാണയമായിരുന്നു എന്ന്. ആണോ? അത് കൂലി എന്നുള്ള സിനിമയ്ക്ക് പാടിയപ്പം രവീന്ദ്ര മാഷ് തന്നെ അത് വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം, ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എനിക്ക് തന്നത് 1 രൂപയാണ്, 1 വെള്ളി രൂപ. അത് വിഷുവായിട്ടല്ല, പക്ഷേ എന്തായാലും അതൊരു വലിയ ഐശ്വര്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, മഹാനായ ഒരു ലെജൻഡറി മ്യൂസിഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ രവീന്ദ്ര മാഷ്, അദ്ദേഹത്തിൻ്റെ ഇന്ന് 1 വെള്ളി രൂപ വാങ്ങിക്കാൻ സാധിച്ചു. അതൊക്കെ നിമിത്തങ്ങളാണ്. അന്ന് തൊട്ട് കൂലി എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ഈ 25-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന തുടരും, ആ സിനിമ വരെ പാടാൻ അനുഗ്രഹം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം പൊതുജനം, അതായത് നമ്മളെ എന്താണ് സ്നേഹിക്കുന്ന, അല്ലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെ നമ്മുടെ പാട്ട് ഉൾക്കൊള്ളുന്ന, പാട്ട് കേട്ട് കൈയടിക്കുന്ന ആൾക്കാരുടെ ഒരു എന്താണ് ഒരു പവർ, അല്ലെ ഒരു എനർജി, അവർ തരുന്ന ഒരു എനർജിയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം. അല്ല, ഇപ്പൊ ഞങ്ങൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും ചേട്ടൻ അല്ല ചേച്ചി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റുഡിയോ ആണ്. അതെ, ഇത് സ്റ്റുഡിയോ ആണ്. അപ്പം അതൊരു വലിയൊരു ദൈവത്തിന്റെ. ഇപ്പൊ ഞാൻ പാടിയ പാട്ട് ഇവിടെ പാടിയത്, ഇപ്പൊ പാടി നിർത്തിയത്, ഇനിയൊന്നും എനിക്കിനി വേണ്ട കൃഷ്ണ, നിന്നെ ഭജിക്കുമീ ജന്മം മതി, കണ്ണ നിന്നെ ഭജിക്കുമീ ജന്മം മതി, നിന്റെ നിശ്വാസങ്ങൾ ഓടിക്കളിക്കുമീ അമ്പലമുറ്റത്തെ ശ്വാസം മതി, കണ്ണ ഗുരുവായൂരെന്നൊരു നാമം മതി. ഇതാണ് ഞാൻ ഇപ്പൊ പാടി തീർത്തിട്ട് ഈ ഇന്റർവ്യൂയിലോട്ട് കയറി.